ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈൻമാസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓരോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൈൻമാസ്റ്ററിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് അറിയേണ്ടത് അതൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എങ്ങനെയാണ് നമുക്ക് ആനിമേറ്റഡ് ഇമോജി വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നത്. അതിനായിട്ട് കൈൻമാസ്റ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഇമോജി ആനിമേറ്റഡ് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഇടതുവശത്ത് കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന MT പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ വലതുവശത്ത് കാണുന്ന മീഡിയ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഏത് വീഡിയോ കാണോ ഇതുപോലെ ഇമോജി വീഡിയോ ആനിമേറ്റഡ് നിർമ്മിക്കേണ്ടത്, നിങ്ങൾ ഒരു വീഡിയോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോയുടെ ലെയർ നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മുകളിലായിട്ട് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ക്രോപ്പ് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എൻഡ് പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം ഓക്കെ കൊടുത്തിട്ട് പിറകിലേക്ക് വരിക. ഇനി വീണ്ടും നമുക്കൊരു വീഡിയോ കൂടി ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ആ ഒരു വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുവശത്തായിട്ട് കാണുന്ന ലെയർ ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള മീഡിയ ഓപ്പൺ ചെയ്തു. ശേഷം ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നും ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്തു. ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കിവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. യൂട്യൂബിൽ ഗ്രീൻ സ്ക്രീൻ ആനിമേറ്റഡ് വീഡിയോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കുറേ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്നും ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ആനിമേറ്റഡ് വീഡിയോയുടെ ലെയർ താഴെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം വലതുവശത്തായിട്ട് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ക്രോമ കീ. ഈ ഒരു ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു എനേബിൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഈ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ഇപ്പോൾ കാണാതെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ പിറകിലേക്ക് പോയിട്ട് ആ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ആ ഇമോജികൾ മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു ഇമോജിയെ നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അതിനായിട്ട് താഴെ ആ ഒരു സ്ക്രീന് നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ആ ഒരു ഇമോജി കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമോജി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ കാണിച്ചതുപോലെ ക്രോം കീ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് ഞാൻ 28% വെച്ചിട്ടുണ്ട്, താഴെയായിട്ട് 50% വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൈൻമാസ്റ്ററിൻ്റെ അകത്തും ഒരേ പെർസെൻറ്റേജ് ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ കൈൻമാസ്റ്ററിൽ എങ്ങനെയാണ് അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഞാനിവിടെ താഴെയുള്ളത് ഒരു 72%ലേക്ക് മാറ്റിയിട്ടുണ്ട്, മുകളിലുള്ളത് കുറച്ചിട്ടുമുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഇമോജിയുടെ കട്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ഞാൻ പഴയതുപോലെ തന്നെ ക്രോം കീ ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ളത് 28% വെച്ചു, താഴെയുള്ളത് 50% വെച്ചു. ഓക്കെ കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ഒരു ഇമോജി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈൻമാസ്റ്ററിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഭാഗം ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, താഴെയുള്ള നമ്മുടെ ഇമോജിയുടെ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലാക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ ഇടതുവശത്ത് കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്തപ്പോൾ താഴെയായിട്ട് വീണ്ടും ആ ഒരു വീഡിയോയുടെ ഇമോജി വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമോജി വീഡിയോക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ഞാൻ വലതുവശത്തായിട്ട് കുറച്ച് മൂവ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ശേഷം ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ഷെയർ ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം.
വീഡിയോ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിന് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.